കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുതിരപ്പുറത്ത് കയറിയ ഒരു തങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വാതിൽ തുറന്ന് വരാൻ പോകുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? വാ. ഇതെന്താ സംഭവം? ചക്കരച്ചോറോ? ഇത് തക്കിയ. ഓക്കെ, എന്നാ പോട്ടെ. പിന്നെ അവിടുത്തെ എന്തൊക്കെ കാഴ്ചകളൊക്കെ പറഞ്ഞ. ഓക്കെ, നമ്മൾ ചെക്കനെ നമ്മളെ തക്കേൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ഉള്ളിൽ എന്തൊക്കെയുള്ളത്? മഹാന്മാരെ വൈദ്യങ്ങളെ കബറുകളല്ലേ, ചെറിയ കുട്ടികളല്ലേ. ഇതെന്താ സംഭവം ഈ കാണുന്നത്? എല്ലാ വരവുകൾക്കും ഉപയോഗിക്കുന്ന കൊടിയത് പണ്ട് മുതലുള്ള ഹിന്ദുസിൻ്റെ വീട്ടിൽ കാല് കഴുകിയിരുന്ന കല്ലയിൽ നിന്നാണ്. അതെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ ആ ഹിന്ദുസിൻ്റെ വീട്ടിലുള്ള ആ പെണ്ണിന് കണ്ണുസോക്കടായി. അത് തങ്ങപ്പാപ്പ എവിടെ പോയിട്ട് ഇല്ലാതായപ്പം തങ്ങപ്പാപ്പ അതൊന്ന് ശരിയാക്കി കൊടുത്തു. അതിന് പോരുമ്പോൾ പ്രതിഫലം ചോദിച്ചപ്പം എനിക്ക് ആ കാല് കഴിയുന്ന കല്ല് മതിയായിരുന്നു. അങ്ങനെ ഇതാണ് ആ കല്ല്. അതിൻ്റെ ചുറ്റുഭാഗത്തും ആയിരത്തി കുറിച്ചാണ്. അപ്പോൾ ഈ കല്ല് ഇവിടെ വന്നിട്ട് എത്ര വർഷമായിണ്ടോ? സുമാർ ഒരു 300% 350 കൊല്ലത്തിന് പുറത്ത്. ആയത്തിൽ കുറിച്ചില്ലേ? ആയത്തിൽ കുറിച്ച് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ആരൊക്കെയാണ്? പട്ടക്കാര്. ഈ പട്ടക്കാർ എന്നൊക്കെയാണെങ്കിൽ ഈ പട്ടക്കാരെന്ന സംഭവം എന്താണ്? തങ്ങളെ അംഗരക്ഷകരെന്നാണ് ഈ പറയാ. ആർച്ചയിൽ വരുന്ന എല്ലാ വരവും എതിരേറ്റ് കൊണ്ടുവരുന്നത് വരപ്പുറത്ത് തങ്ങളെ കുട്ടികളെ കുതിരപ്പുറത്ത് കയറ്റിയാൽ ഏറ്റവും ചെറിയ തങ്ങളെ അവരെ സംരക്ഷണത്തോട് കൂട്ടിക്കൊണ്ടുവരണം. ആ വരവ് വന്ന് വെട്ടിവരവിൻ്റെ ആളുകളെ കൊണ്ടുവന്ന് കുമ്പയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തങ്ങളെ നേർച്ച കഴിഞ്ഞ് അവസാനിക്കാണ്. നമ്മളെ കൊണ്ടോട്ടി നേർച്ച കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അതിൽ ഇപ്രാവശ്യം അലങ്കാരങ്ങളും വരവുകളും ഒക്കെ ജാസ്തിയാണ്. പിന്നെ അതേമാതിരി ഇനിയിപ്പോൾ ചക്കരച്ചേറ് ഒക്കെയാണ് നമ്മൾ മര്യാദ കൊടുക്കൽ തുടങ്ങി. പിന്നെ ഇനി നമ്മൾ പോകല്ലേ കുബ്ബക്ക്. അതെ, ആ കാണാം അങ്ങോട്ടില്ലേ? എന്നാ പോവല്ലേ? എന്നാ വാ. ഇതാണ് നമ്മളെ കുബ്ബല്ലേ? അവിടെ ആരല്ലേ? വെല്ലിപ്പ, കുപ്പുപ്പ അല്ലേ? ഉപ്പാന്റെ അല്ലേ? ഓക്കെ, നമ്മൾ പോയോക്കല്ലേ? എന്നാ പോട്ടെ. അപ്പോൾ നമ്മളെ ചെറിയ തങ്ങളെ നമ്മളെ ഉള്ളത്തെ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചാൽ വേണ്ടി വരാം കേട്ടോ. ആൾക്ക് ഭയങ്കര നെർവസ് ഉണ്ട്, കാരണം ആദ്യമായിട്ട് വീഡിയോ ഒക്കെ വെക്കുന്നില്ലേ? അതറിയില്ല. എന്നാ പോട്ടെ, പറഞ്ഞോണ്ടാ. ആ കാണുന്നതാണ് കുബ്ബ. അതെ, നമ്മളെ അത് കൊണ്ടോട്ടി കുബ്ബ. ഓക്കെ, ഉപ്പാന്റെ കബറുള്ളത്. ഓക്കെ, ഇതോ? വല്യമ്മമാന്റെ കബറുള്ള കുബ്ബ. ഓക്കെ, നമ്മൾ പോയി നോക്കാം. ഈ ഒരു പാട്ട് പാടുമോ? ചെറുതായിട്ടൊരു പാട്ടാ. ചെറിയൊരു പാട്ട് പാടുമോ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചോണ്ടാ. ഇതില് മുകളിൽ കൂടെ ഇങ്ങനെ പോയ ഏറ്റവും മുകളിലുള്ളതാണ് എൻ്റെ ഉപ്പുപ്പാന്റെ കബർ. ഇതാണ് ഉപ്പുപ്പാന്റെ കബർ. അസ്സലാമു അലൈക്കും. അങ്ങോട്ട് എപ്പോഴും വന്നാൽ ഫാത്തിയും ഇഖ്ലാസൊക്കെ ഓതലുണ്ട്. ഫാത്തി ഇഖ്ലാസൊക്കെ ഓതിട്ട് ഞാൻ കിട്ടുള്ളൂ. അതുവരെ ഞാൻ അവിടെ പോസ്റ്റാണ്. ഞാനും കുഴപ്പമില്ല, ചെല്ലട്ടെ. നമ്മൾ ഉപ്പൂപ്പാനെ കണ്ട് ഇനി എവിടെ പോണത്? ആ നേരെ കാണുന്നതിക്ക് വല്യമ്മാന്റെ കബറൊക്കെ പോയാൽ വല്യമ്മാന്റെ കബറുള്ള കുബ്ബ. വല്യമ്മ സലാം പറയും. പിന്നെ ഇപ്പൊ എത്രയൊക്കെ വീടെടുത്തില്ലേ? ആ തൊപ്പി നിനക്ക് തരുമോ കുറച്ച് നേരത്തിന്? നിനക്ക് ചെയ്തേ. അടിപൊളി. ഞാൻ ചോളാം. ഓഹോ, ഞാൻ തങ്ങളായോ? അപ്പോൾ ഓക്കെ, നമ്മൾ കുബ്ബ കണ്ടു, വല്യമ്മാൻ്റെ കബറ് കണ്ടു, ഉപ്പുപ്പാൻ്റെ കബറ് കണ്ടു. അങ്ങനെ നമ്മളെ ഏറ്റവും ചെറിയ കുതിരപ്പുറത്ത് കയറിയ ആൾ നേരെ ഇപ്പോഴത്തെ സ്ഥാനികനായ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്തുള്ളത്.